ചെറുപ്പക്കാരനെ വാഹനമിടിച്ച് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ സംഭവ സ്ഥലത്തോ ഈ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിലോ ഇതുവരെ പോലീസ് എത്തുകയോ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നതാണ് ഒരു കൗതുകപരമായ കാര്യം. ഇതുവരെ പോലീസ് ഒന്നും പിടിച്ചിട്ടില്ല. അറിയിച്ചിട്ടോ അവർക്ക് ഇതിന് വലിയ നടപടിയൊന്നും അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി ഇതിനൊരു നഷ്ടപരിഹാരം വാങ്ങി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നാണ് പോലീസ് നിർദ്ദേശം കൊടുത്തിട്ട് പോയിരുന്നത്. കടന്നു കളയാൻ ശ്രമിച്ചപ്പോൾ പുള്ളി ഒന്ന് തടഞ്ഞതാണ്. അപ്പം മനഃപൂർവ്വമായിട്ട് ഇടിച്ചതാണ്. ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തിൽ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇദ്ദേഹം സ്വന്തമായി ഒരു സ്ഥാപനം നടത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച ഒരു ലോഡ് സാധനം ബാംഗ്ലൂരിൽ നിന്നല്ലേ? അതെ, CPF ബാംഗ്ലൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച ഒരു ലോഡ് സാധനം ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ് അതിൻ്റെ ചുമതല വഹിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ സാധനങ്ങൾ ഈ ലോറിയുടെ ലോറി ജീവനക്കാരുടെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട് അതിന് കേടുപാടുകൾ സംഭവിച്ചു. അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഈ സ്ഥാപനത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായ താങ്കളുടെ പേരെന്താണ്? അജിൻ. എന്താണ് ഈ സ്ഥാപനത്തിലെ ഡയറക്ടറാണ്. കാവേരി മിക്സ്ഡ് ഫാമിംഗ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെ ഫാമിംഗ് ആണ്, ബ്രീഡിംഗ് ഫാമും പന്നിയുടെ പശുവിൻ്റെ നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ എല്ലാ ഫീഡ്സ് ആണ്. അപ്പോൾ അത്തരത്തിൽ എത്തിച്ച ഫീഡ്സ് അത് ഈ ലോറിയുടെ ജീവനക്കാരുടെ അശ്രദ്ധ കാരണം അതിന് കേടുപാട് സംഭവിച്ചു. തുടർന്ന് ഇദ്ദേഹം അത് ചോദ്യം ചെയ്തു. എന്നാൽ ആ ജീവനക്കാർ അതിന് പ്രതികാരമെന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വെള്ളറട പോലീസിലൊക്കെ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയം പരിഹരിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നില്ല. ഇനിയെങ്കിലും വെള്ളറടയിലെ പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അടിയന്തരമായി നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇവർ ഈ ഒരു സംഭവത്തിന് ശേഷം വാഹനം ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞില്ലേ? അതെ, വണ്ടിയുടെ ചാവിയും എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി. ഇപ്പം നിലവിൽ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണോ ഉള്ളത്? ഇല്ല, ഞങ്ങളെ ആ സംഭവ സ്ഥലത്ത്. ഓക്കെ. പോലീസിന് ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംഭവം നടന്നത് ഇപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂറോളം പിന്നിടാൻ ഇന്ന് രാവിലെയാണ് നടന്നല്ലേ? ഇതുവരെ പോലീസ് ഒന്നും പിടിച്ചിട്ടില്ല. അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ ഒരു കേസിൽ വെള്ളറട പോലീസ് സജീവമായി ഇടപെട്ട് അവരെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അവര് എന്താ ചെയ്തത്? ഞാനിവിടെ ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഈ സാധനം കൊണ്ടുവന്ന പുള്ളിക്കാരൻ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞ് വണ്ടി എടുക്കരുത്, ഇത് തീരുമാനമായിട്ട് പോയത്. കഴിഞ്ഞ ദിവസം ഈ ലോഡ് ഇവിടെ എത്തിയപ്പോൾ ചില തർക്കങ്ങൾ ഈ സ്ഥാപന ഉടമയും ഈ ലോറിയിൽ കൊണ്ടുവന്നവരും തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. അത് ആ സ്ഥാപന ഉടമയുടെ ഭാഗത്താണ് ന്യായമെന്നും മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ ലോറി എടുത്ത് കടന്നു കളയാൻ ശ്രമിച്ചല്ലേ? കടന്നു കളയാൻ ശ്രമിച്ചപ്പോൾ പുള്ളി ഒന്ന് തടഞ്ഞതാണ്. അപ്പം മനഃപൂർവ്വമായിട്ട് ഇടിച്ചതാണ്. അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ. അതാണ് ആ വണ്ടിയിലെ ചളുക്കലെല്ലാം കാണുന്നത്. തല ഇടിച്ച ഭാഗമാണ് കാണുന്നത്. ഞാൻ ഷോപ്പിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത്. ഒരു ചെറുപ്പക്കാരനെ വാഹനമിടിച്ച് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ സംഭവ സ്ഥലത്തോ ഈ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിലോ ഇതുവരെ പോലീസ് എത്തുകയോ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നതാണ് ഒരു കൗതുകപരമായ കാര്യം. ഇത്രയൊക്കെ ഉള്ളോ ഈ കേരള പോലീസിൻ്റെയും പ്രത്യേകിച്ച് വെള്ളറട പോലീസിൻ്റെയൊക്കെ ജനങ്ങളോടുള്ള ഒരു ജാഗ്രത ഇത്രയൊക്കെ ഉള്ളോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോഴേ പോലീസിൽ അറിയിക്കാൻ പറഞ്ഞ് പോലീസിലൊക്കെ വിളിച്ച് അറിയിച്ചതായിരുന്നു. അറിയിച്ചിട്ടോ അവർക്ക് ഇതിന് വലിയ നടപടിയൊന്നും അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി ഇതിനൊരു നഷ്ടപരിഹാരം വാങ്ങി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നാണ് പോലീസ് നിർദ്ദേശം കൊടുത്തിട്ട് പോയിരുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞ് ഇതൊരു സൂചന എനിക്ക് നടക്കാൻ സാധ്യത ഉണ്ട്. ഇവരപ്പുറത്ത് മറിഞ്ഞു നിന്നും കൊണ്ട് ആരുടെ ഫോണിലൊക്കെ സംസാരിക്കുന്നത് ഉണ്ട്. അപ്പോൾ ഈ ഇയാളെ ഫോണിൽ തന്നെ സംസാരിക്കണം ഞാൻ കേട്ടോണ്ടെന്ന് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. എനിക്ക് വണ്ടി ഇടിച്ചെടുത്തിട്ടായിരുന്നാലും
നിങ്ങൾ വണ്ടിയെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാൻ നോക്കുന്നൊക്കെ പറയണം ഞാൻ കേട്ടു. ഹലോ സാർ നമസ്കാരം, ഡിവൈഎസ്പി നെയ്യാറ്റിൻകരയല്ലേ? അതെ 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 സാർ, ഞാനിത് വിസ്മയ ന്യൂസ് ചാനലിൽ നിന്ന് വിളിക്കാണ്. ഞാനൊരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വിളിച്ചാണ്. സാർ, വെള്ളറടയിൽ ഒരു ചെറുപ്പക്കാരനെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവം നടന്നു ഇന്ന് രാവിലെ. അതായത് ഈ പയ്യൻ കൊണ്ടുവന്നല്ലേ പരാതി? അതെ സാർ, അതെ അതെ. പക്ഷെ അതിനകത്ത് സാർ അതിനകത്ത് ഞങ്ങൾ ആ വാർത്ത എടുക്കാൻ പോയപ്പോൾ മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതേ സംഭവം പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. ഇവര് തമ്മിലുള്ള ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ലോഡുമായി വന്ന ലോറിക്കാര് അവരുടെ അപാകത കൊണ്ട് ഈ സാധനം ഡാമേജ് ആയി. അത് ശ്രദ്ധയപ്പെടുത്തി പോലീസിനടുത്ത് പറഞ്ഞിട്ട് പോലീസ് ഇടപെട്ടില്ല. പോലീസ് ഇടപെടാത്തോണ്ടാണ് ഇന്ന് രാവിലെ ഈ തർക്കം ഉണ്ടായിട്ട് ശരിക്ക് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം വരെ അവിടെ നടന്നത്. ഞാൻ നോക്കാം, ഞാൻ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, ഞാൻ നോക്കാം കേട്ടോ. ആയിക്കോട്ടെ സാർ, ഓക്കെ, താങ്ക് യു. ഈ അജിൻ എന്ന ചെറുപ്പക്കാരൻ ഈ ഒരു വാഹനം തടയാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിരുന്നു. അദ്ദേഹം ബാങ്കിൽ നിന്നും മറ്റും കടം വാങ്ങിയൊക്കെ ലോണും ഒക്കെ എടുത്താണ് ഈ ഒരു ബിസിനസ് നടത്തി വരുന്നത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസിൻ്റെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ റെജിനോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.